ഹലോ ഡിയസ്, ഞാൻ ജസിൽ മെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളൊരു 20,000 രൂപ റേഞ്ചിൽ മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒരു 6 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന മോഡലാണ് പോക്കോ X6 Pro 5G. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 8300 അൾട്രാ പ്രൊസസ്സറാണ് വരുന്നത്. 6.67 1.5K അമോൾഡ് HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും നൽകുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ 64 MP ബാക്ക് ക്യാമറയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 8 MP 2 MP എന്നിങ്ങനെ ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 MP ആണ് വരുന്നത്. ബാറ്ററി സൈസ് വരുന്നത് 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഇത് നമുക്ക് പറയാം. കളേഴ്സ് പ്രധാനമായിട്ടും ബ്ലാക്ക്, സിൽവർ, പിന്നെ യെല്ലോ കളറിലും പോക്കോ യെല്ലോ കളറിലും ഇത് വരുന്നുണ്ട്. ഫോണിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. ഇതിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. കൂടാതെ സ്റ്റീരിയോ സ്പീക്കേഴ്സും അവൈലബിൾ ആണ്. 5000 mAh ബാറ്ററി വരുന്ന ഈ ഫോണിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് വരുന്നത് 256 GB UFS 4 ആണ് സ്റ്റോറേജ് വരുന്നത്. അത് നല്ല ഓപ്ഷൻ തന്നെയാണ്. 14 5G ബാൻഡുകൾ വരുന്ന ഈ ഫോണിൽ NFC കണക്ഷൻ നൽകിയിട്ടുണ്ട്. പോക്കോ ആയതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഉദ്ദേശിച്ച് ഫോൺ എടുക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് പോക്കോയുടെ X6 Pro. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8GB 256GB വേരിയൻറ്റിന് 21,800 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൽ തന്നെ 12GB 512GB വേരിയൻറ്റും അവൈലബിൾ ആണ്. പോക്കോ കുറച്ച് പേര് ദോഷം കേൾപ്പിച്ചിട്ടുള്ള ബ്രാൻഡാണ് മദർ ബോർഡ് ഇഷ്യൂ ഒക്കെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയും കണ്ടും എടുക്കുക. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇഷ്യൂ വരുന്നില്ല എന്നുള്ളതാണ് റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ റിവ്യൂസ് പ്രകാരം 5ൽ 4.3 റിവ്യൂസ് വന്നിട്ടുള്ള നല്ലൊരു മോഡലായിട്ടാണ് പോക്കോ ഈ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ മോഡൽ ഇറക്കിയിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണാണ് റിയൽമി P3 5G. റിയൽമി നമുക്കറിയാം വളരെ വിശ്വസിക്കാവുന്ന, നിങ്ങൾക്ക് പോക്കോയെക്കാട്ടും വിശ്വസിച്ചെടുക്കാവുന്ന ബ്രാൻഡാണ്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് റിയൽമി. ഇത് പ്രധാനമായിട്ടും പിങ്ക്, ഗ്രേ, സിൽവർ കളറുകളിൽ ഇത് അവൈലബിൾ ആണ്. പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,999 രൂപയിലാണ്. ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 4 പ്രൊസസ്സറും അവൈലബിൾ ആണ്. ഡിസ്പ്ലേ വരുന്നത് 6.67 ഫുൾ HD അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും നൽകുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ 50 MP പ്ലസ് 2 MP 50 MPയുടെയും 2 MPയുടെയും ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. മുന്നിൽ 16 MPയുടെ ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററി പോക്കോയെക്കാട്ടിലും അധികമാണ്. 6000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. ഫോൺ മൊത്തം 194 ഗ്രാമിൻ്റെ കനം വരുന്നുണ്ട്. ഇതിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. IP69 വാട്ടർ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. പോക്കോ ആൻഡ്രോയിഡ് 14 ആയിരുന്നെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 15 റിയൽമി 6 UI ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയൽമി 6 UI ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുന്നതാണ്. 6000 mAh ബാറ്ററി വരുന്ന ഈ ഫോണിൽ 45 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. 9 5G ബാൻഡ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഫോണിൽ NFC കണക്ഷൻ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6GB 128ൻ്റെ പ്രൈസ് 16,999 രൂപയാണ്. പിന്നീടുള്ള വേരിയൻസ് ആണ് 8GB 128 ഉണ്ട്, പിന്നെ 8GB 256 വേരിയൻറ്റും അവൈലബിൾ ആണ്. ഈ റിയൽമി നിങ്ങൾ ഗെയിമിംഗ് ആവശ്യാർത്ഥം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു ക്യാമറ പർപ്പസിനാണെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ്. പോക്കോയാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള റിയൽമി ആണെങ്കിലും നിങ്ങളൊരു പെർഫോമൻസ് ഫോൺ ഒരു ഗെയിമിംഗ് ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ഫോണാണ് നമുക്ക് തരാനുള്ളത് നത്തിങ് ഫോൺ 2A. നത്തിങ് ഫോണ് പ്രൈസിങ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 17,999 രൂപയാണ്. നത്തിങ് ഫോണ് നമുക്കറിയാം ഒരു വെറൈറ്റി ഡിസൈനാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് പാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ പേര് പോലെ തന്നെ നത്തിങ്, ബാക്കിൽ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. എല്ലാം നിങ്ങൾക്ക് ഉള്ളിലുള്ള വയറിംഗ് കിറ്റ് അടക്കം വയറിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നത്തിങ് ഫോൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ നത്തിങ് ഫോണിൻ്റെ 2A മോഡലാണ്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7200 Pro വേർഷനാണ് ഇതിൽ വരുന്നത്. ഡിസ്പ്ലേ 6.7 ഫുൾ HD പ്ലസ് 10 ബിറ്റ് അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ നൽകുന്നുണ്ട്. ക്യാമറ വരുന്നത് 50 MPയുടെ 2 ക്യാമറകളാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 MPയുടെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. ക്യാമറ ഉദ്ദേശിച്ച് നേർക്ക് എടുക്കാവുന്ന ഫോണാണ് നത്തിങ്ങിൻ്റെ 2A. ഇതിൽ 5000 mAh ബാറ്ററിയും നൽകിയിട്ടുണ്ട്.
ബോക്സിൽ പ്രധാനമായിട്ടും ചാർജർ വരുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ബാക്കി നമുക്ക് പോക്കോ ആണെങ്കിലും അല്ലെങ്കിൽ റിയൽമി ആണെങ്കിലും ചാർജർ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾ ചാർജർ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഈ ഫോൺ 190 ഗ്രാം തൂക്കം വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആൻഡ്രോയിഡ് 14ന്റെ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഭാവിയിൽ അപ്ഡേറ്റ്സ് മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. പിന്നെ നത്തിങ് OS 2.5 ആണ് ഇതിൽ വരുന്നത്. 3 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 13 5G ബാൻഡുകൾ വരുന്ന ഫോണിൽ NFC കണക്ഷനും അവൈലബിൾ ആണ്. കളേഴ്സ് പ്രധാനമായിട്ടും വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ ലഭ്യമാണ്. വേരിയൻറ്റുകൾ വരുന്നത് 8GB 128GB, അതിന് 17,999 രൂപയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ വേരിയൻ്റ് ആണ് 12GB 256GB. പിന്നെ മൂന്നാമത്തെ വേരിയൻറ്റ് 8GB 256GBയും ഇതിൽ അവൈലബിൾ ആണ്. അടുത്ത 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാനുള്ളതാണ് മോട്ടോറോള എഡ്ജ് 50 ഫ്യൂഷൻ. ഒരു നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ, അല്ലെങ്കിൽ കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു ഫോൺ, അല്ലെങ്കിൽ നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20,580 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൽ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 പ്രൊസസ്സർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിസ്പ്ലേ വരുന്നത് 6.7 ഫുൾ HD പ്ലസ് 10 ബിറ്റ് OLED ഡിസ്പ്ലേ ആണ്. ഇതിൽ 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. 50 MPയുടെയും പ്ലസ് 13 MPയുടെയും ക്യാമറയും, പിന്നെ ഫ്രണ്ടിൽ 32 MPയുടെ ക്യാമറയും നൽകിയിട്ടുണ്ട്. 5000 mAh ആണ് ബാറ്ററി സപ്പോർട്ട് വരുന്നത്. കളേഴ്സ് ലഭ്യമായിട്ടുള്ളത് മാഷ്മെല്ലോ ബ്ലൂ, ഹോട്ട് പിങ്ക്, ഫോറസ്റ്റ് ബ്ലൂ, ഫോറസ്റ്റ് ഗ്രീൻ എന്നിവയിലാണ്. ടോട്ടൽ ഭാരം വരുന്നത് 175 ഗ്രാമിൻ്റെതാണ്. ഇതിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. IP68ന്റെ വാട്ടർ അല്ലെങ്കിൽ ഡസ്റ്റ് പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് 14 UI ആണ്, ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ അല്ല ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് അറിയാം. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ ലഭ്യമാണ്. 5000 mAhന്റെ ബാറ്ററി നൽകുന്ന ഈ ഫോണിൽ 68 വാട്ടിൻ്റെ 15 മിനിറ്റ് കൊണ്ട് 50% വരെ ചാർജ് ആവുന്ന ചാർജറും ഫാസ്റ്റ് ചാർജറും അവൈലബിൾ ആണ്. 13 5G ബാൻഡുകൾ വരുന്ന ഈ ഫോണിൽ NFC കണക്ഷനും ലഭ്യമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8GB 128GB വേരിയൻറ്റിന് ആമസോണിൽ 20,580 രൂപയാണ്. 12GB 256GBയുടെ വേരിയൻറ്റും അവൈലബിൾ ആണ്. സോ ഒരു നല്ല ഡിസ്പ്ലേ ഉള്ള, ഒരു ഇൻഹാൻഡ് ഉള്ള, ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്യാമറ ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നല്ല AI ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ മോട്ടോറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് 5ാമത്തെ ഫോണാണ്. 5ാമത്തെ ഫോണാണ് നിങ്ങളൊരു സാംസങ് ആരാധകനാണ്, അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫാൻ ബോയ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് സാംസങ് ഗാലക്സി M35 5G എന്നുള്ളത്. ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 14,400 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൊസസ്സർ എക്സിനോസ് 1380 ആണ്. സ്നാപ്ഡ്രാഗണോ മീഡിയാടെക്കോ ഒന്നുമല്ല, സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് പ്രൊസസ്സറാണ് വരുന്നത്. എന്നാലും ആൻറ്റിറ്റ്യൂഡ് സ്കോറിലൊക്കെ 6 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ സ്കോർ ലഭിക്കുന്ന പ്രൊസസ്സറാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ 6.6ന്റെ ഫുൾ HD അമോൾഡ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് 50 MPയുടെ ബാക്ക് ക്യാമറ, പിന്നെ പ്ലസ് 8 MPയുടെ ക്യാമറയുണ്ട്, പിന്നെ പ്ലസ് 2 MPയുടെ ക്യാമറയുണ്ട്. ബാക്കിൽ 3 ക്യാമറകളാണ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ 13 MPയുടെ ക്യാമറ നൽകുന്നുണ്ട്. സോ ക്യാമറ എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ സാംസങ്ങിൻ്റെ ഫോൺ. ടോട്ടൽ ബാറ്ററി വരുന്നത് 6000 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. ഫോൺ കുറച്ച് കട്ടിയുണ്ട്, ബാറ്ററി വലുതായത് കൊണ്ട് തന്നെ ഫോൺ കുറച്ച് കട്ടിയുള്ള ഫോണാണ്. ബോക്സിൽ പ്രധാനമായിട്ടും ഫോണ്, Type-C കേബിള്, സിം എജക്ടർ ടൂള് മാത്രമേ വരുന്നുള്ളൂ. ചാർജർ വരുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും. ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് 222 ഗ്രാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കനമുള്ള ഫോണാണ്. കുറച്ച് കൈമേൽ പിടിച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. ഇതിൽ സോഫ്റ്റ്വെയർ വരുന്നത് ആൻഡ്രോയിഡ് 14 ആണ്. സാംസങ്ങിൻ്റെ One UI 6.1 ആണ് ഇതിൽ വേർഷൻ വരുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നൽകുക എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നൽകുന്നുണ്ട്. മറ്റൊരു കമ്പനികളും നൽകാത്ത കാര്യമാണിത്. 6000 mAhന്റെ ബാറ്ററി വരുന്ന ഈ ഫോണിൽ ആകെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതിൽ 5Gയുടെ 12 ബാൻഡുകൾ നൽകിയിട്ടുണ്ട്. NFC കണക്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഒരു വില കുറഞ്ഞിട്ടുള്ള നല്ലൊരു സാംസങ് ഫോൺ ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കൂടുതൽ ഡ്യൂറബിൾ ആവുന്ന ഒരു ഫോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ക്യാമറ ഓപ്ഷനുമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഫോണാണ്
ഈ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പരിഗണിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു ഗെയിമിംഗ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ആറാമത്തെ ഓപ്ഷനാണ്. ആറാമത്തെ IQ Z9X എന്നുള്ള മോഡൽ. ഈ മോഡലിന് ടോട്ടലി 4.5 റേറ്റിംഗ് കിട്ടിയിട്ടുള്ള മോഡലാണ്. ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 19,052 രൂപയാണ് സ്റ്റാർട്ടിങ്. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. ഡിസ്പ്ലേ ആവുന്ന സമയത്ത് 6.77 ഫുൾ HD പ്ലസ് അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് 50 MP പ്ലസ് 2 MP ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ 16 MP ക്യാമറയാണ്. ഇതിൽ ബാറ്ററി 5500 ബാറ്ററി അവൈലബിൾ ആണ്. ഇത് ഫോണിന് കനം ആകെ 180 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ ആൻഡ്രോയിഡ് 14 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. വിവോയുടെ ഫൺ ടച്ച് OS ആണ് ഇതിൽ വരുന്നത്. 2 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. 5500 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ഇതിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് നോക്കുമ്പോൾ 8 5G ബ്രാൻഡുകളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ NFC കണക്ഷന് അവൈലബിൾ അല്ല. കളേഴ്സ് പ്രധാനമായിട്ട് ലഭ്യമായിട്ടുള്ളത് ഒനിക്സ് ഗ്രീന്, ടൈറ്റാനിയം മാറ്റ് എന്നിവയാണ്. പ്രധാനമായിട്ട് 3 വേരിയൻറ്റിലാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 8GB 128-ന് ഫ്ലിപ്കാർട്ടിൽ 19,052 രൂപയാണ്. പിന്നീട് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് 8GB 256GB അല്ലെങ്കിൽ 12GB 256GB എന്നിവയാണ്. ഒരു ക്യാമറ, ഒരു നല്ല ഡിസ്പ്ലേ ഉള്ള, ഒരു കർവ്ഡ് ഉള്ള ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ IQ. ഓക്കെ, ഇത്രത്തോളമാണ് നമുക്ക് തരാനുള്ള സജഷൻസ്. ഇതേമാതിരിയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഡേ ബൈ ഡേ ചെയ്യാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.